ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ശരിക്കും ഇങ്ങനെ പറയണ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് പറയാൻ കിട്ടണില്ല, പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ ആ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇൻട്രോ പോലും ഇല്ലേ എൻ്റെ വീഡിയോയിൽ എന്നൊക്കെ. പക്ഷെ എനിക്കത് പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ശീലാക്കിക്കോളാം, പഠിച്ചോളാം കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ശരിക്കും ഇങ്ങനത്തെ വീഡിയോ ആണ് എടുക്കേണ്ടതെന്നൊന്നും ശരിക്കും എനിക്ക് കിട്ടണില്ല. ഇങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. മെക്കോവറിൻ്റെ വീഡിയോ ആണോ ഇടേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പുറത്തേക്ക് പോണ വീഡിയോസൊക്കെയാണോ ഇടേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആണോ വേണ്ടത്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്ത് കേട്ടോ. ഞാൻ എന്തായാലും ഓരോരുത്തരുടെ വീഡിയോ അഭിപ്രായ പ്രകാരം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എന്തായാലും വീഡിയോ എന്തെങ്കിലും ഇടയിൽ നിർത്തില്ല. എനിക്കിഷ്ടമാണ് ഈ ഒരു ഫീൽഡ്. കാരണം ഞാനിപ്പോൾ പുറത്ത് പോകും, ഇപ്പം ഞാൻ യൂട്യൂബ് ഇത് തുടങ്ങണതിന് മുന്നും ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. എന്നിട്ട് എഡിറ്റ് ചെയ്തൊരു പാട്ടൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും റീലിടലുണ്ട്. എന്നെ ഫോളോ ആക്കണ എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് ആ ഒരു സാധനം എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ വർത്താനം പറയാനാണ് താല്പര്യം ഇല്ലാതിരുന്നത്. പക്ഷെ ഞാനത് ശരിയാക്കി എടുക്കും. വർത്താനം പറയണമല്ലോ നമുക്ക്. പിന്നെന്താണ് എല്ലാവരുടെ വർത്താനങ്ങളൊക്കെ? ഞങ്ങളിപ്പോൾ കുറച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണം, അതുകൊണ്ട് തട്ടൊക്കെ ചുറ്റി നിൽക്കണത്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അതേപോലെ എനിക്കൊരു സാരി വാങ്ങാനുണ്ട്. സാരി എനിക്ക് വാങ്ങാനല്ല, സാരി ഡ്രാപ്പ് ചെയ്യാൻ വാങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാരി ഡ്രാപ്പിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മെക്കോവർ കോണ്ടാക്ട് ചെയ്യുക. പിന്നെന്താണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ? എനിക്കൊരു കോള് വരണോ, എൻ്റെ ഉമ്മ വിളിച്ചാണോ? ഞാൻ എൻ്റെ വീട്ടിൻ്റെ മേലെയാണ്, ജയ്ദാദു താഴെയാണ്. അപ്പോൾ അവരെന്തെങ്കിലും കാത്തിയിട്ടുണ്ടാവും, എന്നെ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മളിന്ന് പുറത്ത് പോണ വീഡിയോ ഞാൻ എന്തായാലും ഇടാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതിനോട് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് തരിക. പിന്നെ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്തുണ്ടല്ലോ, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലായിരുന്നില്ല, ഞാൻ അൻവർക്കാൻ്റെ അവിടെ ആയിരുന്നു. ഞാൻ ആദൂനെ കൊണ്ടാക്കിയിട്ട് ഞാൻ അൻവർക്കുമ്പോഴാണ് ബൈക്കിൽ പോകാമെന്ന് വിചാരിക്കണത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീട് അടുത്താണല്ലോ. അപ്പോൾ ഹസീബിനെ വിളിച്ചിട്ട്, ഹസീബ് എൻ്റെ ഒക്കെയാണ്, അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അൻവർക്ക് കുറച്ച് നേരം എന്നെ വിളിക്കാൻ വരും. എന്നിട്ട് ഞാൻ അൻവർക്കും കൂടെ ആദൂനെ പറ്റിച്ചിട്ട് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ആക്കിയിരിക്കണത്. അപ്പോൾ എന്തായാലും ഇനി പുറത്ത് പോകുമ്പോൾ കാണാം. ഓക്കെ, ബായ്. പിന്നെ ഞാനും അൻവർക്കയും പാടെ ടൗണിലേക്ക് പോയി. എനിക്ക് ലെൻസും ലാഷസും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കിഡ്ക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഞങ്ങളെപ്പോഴും ലെൻസും ലാഷസും വാങ്ങൽ. അപ്പോൾ അടുത്ത മിറർ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് നിന്നു, വീഡിയോ എടുത്ത് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദൂന് ക്രോക്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അൻവർക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കട ഉണ്ട്, അൻഷാക്കാൻ്റെ കട, അങ്ങോട്ടാണ് പോയി. പിന്നെ അളയങ്കാൻ്റെ കടക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ കസിൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ആദൂനുള്ളത്. അപ്പം അതൊക്കെ വാങ്ങി ഞങ്ങൾ വന്നു. ഹലോ, ഞങ്ങൾ വീടെത്തി. ഞങ്ങൾ എത്തുമ്പോഴേക്കും ആദൂ കിടന്നുറങ്ങിയിട്ടോ. പോയ കാര്യമൊക്കെ കഴിഞ്ഞു. സാരി വാങ്ങാനുണ്ടായിരുന്നു, സാരി ഡ്രാപ്പിങ്ങിന്. പക്ഷെ അവരുടെ സാരിൻ്റെ എന്തോ അരികടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമുക്ക് ടൈം ഉണ്ട് വാങ്ങാൻ. അപ്പോൾ എന്തായാലും പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിന് ബർത്ത്ഡേ ആണ് ഈ ആഴ്ച. അപ്പോൾ അവനക്ക് ഒരു ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ഇന്നലെ ഒരു വൈകുന്നേരം ആ ഒരു ടൈമിലാണ് ഞാൻ അവളുടെ പറഞ്ഞത്. എൻ്റെ കസിൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അവൾ ഇന്നൊരു ഉച്ചയാകുമ്പോഴേക്കും സാധനം ഞാൻ ഒരു കടയിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കടയിലല്ല, എൻ്റെ അളയങ്കാൻ്റെ കടയിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്, നല്ല രസം കിട്ടും. ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ആയിരുന്നു നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ വന്നിട്ട് ഈ പറച്ചിലൊക്കെ ഉണ്ടാവുക. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഒപ്പം ഇത് ഫ്രീ ആയിരുന്നു കേട്ടോ, നല്ല രസം. ഇതിൻ്റെ ഒപ്പം ഇത് ഫ്രീ ആയിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്രാഫ്റ്റ് ഹോം എന്ന് അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര് കേട്ടോ, ക്രാഫ്റ്റ് ഹോമാണ്. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ ഞാൻ അതൊരു ക്രോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അൻവർഖാൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണല്ലോ എടുത്തത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഓഫ് വൈറ്റാണ് നോക്കിയത്. പക്ഷേ ഓഫ് വൈറ്റ് ഉണ്ടായിരുന്നില്ല. ഓഫ് വൈറ്റ് അവർക്ക് കിട്ടിയില്ല എന്നല്ല പറഞ്ഞു. നല്ല രസമുണ്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി അതിൻ്റെ ഒപ്പം ഞാനൊരു ചെരുപ്പെടുത്തു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. കാലിന് നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി, നല്ല രസമുണ്ട്. നല്ല ഇഷ്ടമായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെയും വീഡിയോ ഇടും കേട്ടോ. നാളെ ഇടും, മറ്റന്നാൾ ഇടും, എന്തായാലും ഇടും ഇൻഷാ അല്ലാ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്. അതും ഉറങ്ങി. ഇനിയിപ്പോൾ എനിക്ക് സുഖമായിട്ട് ഫോൺ നോക്കിയിരിക്കാം. ഓക്കെ, ബായ്.